കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പൊട്ടിത്തെറിക്ക് കാരണം UPSന്റെ ബാറ്ററി തകരാറെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ഷോർട്ടേജ് കാരണം ബാറ്ററികൾ വീർത്ത് പൊങ്ങിയെന്നും പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ? ഗുഡ് മോർണിംഗ് SKN. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായിട്ടുള്ള പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം, അതുപോലെ തന്നെ അതിന്റെ സാങ്കേതിക വിഭാഗത്തിന്റെ അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് PWD ഇലക്ട്രിക്കൽ വിഭാഗമാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് അതിന്റെ UPSലെ ബാറ്ററിയുടെ തകരാറാണ് ഈ പൊട്ടിത്തെറിക്ക് കാരണം എന്ന് വ്യക്തമാക്കുന്നത്. അതിൽ ഒരു ബാറ്ററിയുടെ ഷോർട്ടേജ് കാരണം അത് ബൾജ് ചെയ്ത് വന്നിരുന്നു, അത് വീർത്തു വന്നിരുന്നു. അത് പിന്നീട് വളരെ വേഗത്തിൽ തീപിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അതാണ് ഇത്തരത്തിലുള്ള സംഭവത്തിന് ഇടയാക്കിയത് എന്നും ഇതിൽ 34 ബാറ്ററികൾ ഈ വിധത്തിൽ നശിച്ചു എന്ന കാര്യവുമാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്ന് അതിന്റെ കൂടുതലായിട്ടുള്ള വിദഗ്ധ സംഘം എത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ, രോഗികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ ഇത് രണ്ട് സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംശയിച്ചിരുന്നത്. ഒന്ന് ഷോർട്ട് സർക്യൂട്ട് ആവാം, മറ്റൊന്ന് ഇത്തരത്തിൽ ബാറ്ററിയുടെ പ്രശ്നമാവാം എന്നായിരുന്നു. അപ്പോൾ ബാറ്ററിയുടെ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറിക്ക് കാരണം എന്നാണ് PWD ഇലക്ട്രിക്കൽ വിഭാഗം നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. SK